ഈ കുട്ടിയും കുടുംബവും താമസിക്കുന്നതിന് തൊട്ടടുത്തുള്ള ഇവിടെ കരിക്ക് കച്ചവടം നടത്തുന്ന വ്യക്തിയുണ്ട്. ഇവർക്കും ഈ കുട്ടിയെക്കുറിച്ച് ആ കുടുംബത്തെക്കുറിച്ച് കൃത്യമായ വിവരങ്ങൾ അറിയാൻ കഴിയും. സിറ്റി പോലീസ് കമ്മീഷണർ വിവരം ശേഖരിച്ച ഒരു പ്രധാനപ്പെട്ട വ്യക്തി ഇതാണ്. പേരെന്താ? സുധീർ. ഇവിടെ തന്നെയാണോ വീട്? വീട് അപ്പുറത്ത് തന്നെ. ഈ കുട്ടിയും കുടുംബവും കുറച്ച് കാലമായോ? നിങ്ങൾക്ക് നേരിട്ട് അറിയാവുന്നതല്ലേ? പിന്നെ അവർ 2 മാസത്തിലൊരുക്കെ ഇവിടെ വരണതാണ്. ഇപ്പോൾ വന്നിട്ട് എത്ര കാലമായി? 2 ആഴ്ചയായി. അപ്പം ഇതിന് മുമ്പും ഇവിടെ വരാറുണ്ട്? ഇവിടെ വരും. ഇതേ സ്ഥലത്ത് തന്നെ? ഇതേ സ്ഥലത്ത് തന്നെ വരും. തേൻ ശേഖരിക്കുന്ന പരിചയമുണ്ട്? പിന്നെ ഒരു 4 കൊല്ലം കൊണ്ട് അവർ ഇവിടെ സ്ഥിരമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അവസാനമായിട്ട് കണ്ടത് ഇന്നലെയും കണ്ട്. ഇന്നലെ നിങ്ങൾ കടയുണ്ടായിരുന്നു? പക്ഷെ പകൽ സമയം മാത്രമേ കടയുണ്ടാവും? അത്രേ ഉള്ളൂ. ഞാൻ ഇന്നലെ 5 മണി കഴിഞ്ഞു. അപ്പോൾ കുട്ടികൾ, അച്ഛനും അമ്മയും ഒക്കെ തേൻ ശേഖരിക്കാൻ പോയാൽ കുട്ടികൾ ഇവിടെ? ഇന്നലെ ഞായറാഴ്ച പോയില്ല അവർ. ഇന്നലെ ഞായറാഴ്ച ഫുള്ള് അവരിവിടെ ഉണ്ടായിരുന്നു. ആണും പെണ്ണും എല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നു. 5 മണിക്ക് പോകുന്ന സമയത്ത് അവരിവിടെ ഉണ്ട്. ഏതെങ്കിലും തരത്തിൽ മറ്റ് സാമൂഹ്യ വിരുദ്ധ ശല്യം രാത്രി കാലങ്ങളിൽ? ഇന്നുവരെ അങ്ങനെ ഇവിടെ വന്നിട്ടില്ല. നമ്മളെ ഏരെയുള്ള പയ്യന്മാരെ തന്നെ ഇവിടെ കിടക്കാണ്ടി അവർ പറഞ്ഞിട്ടുള്ളത്. അവർ വന്ന് 4 കൊല്ലത്തിന് മുമ്പ് ഇവിടെ വന്നിരുന്നു. അന്ന് ചോദിച്ച് അതിന് നമുക്കൊരു ശല്യമില്ല, നമുക്കൊരു ശല്യമില്ലായിരുന്നു. അത് എവിടെയാണ് ഇവരുടെ നാട്? ഇത് ഒറീസയാണെന്നാണ് തോന്നുന്നത്. ഒറീസയാണ്, ബീഹാർ, ഈ 2 ഈ തേൻ ശേഖരണം മാത്രമാണ്, അതുകൊണ്ടായിരിക്കാം ഓരോ ഇടവേളകളിൽ വരുന്നത്? വരണം. അവർ ഇനിയിപ്പോൾ ഒരു മാസം വരെ ഇനി ഇവിടെ കാണും. അത് കഴിഞ്ഞാൽ അവർ പോകും. പോയിട്ട് പിന്നെ ഒരു 2-3 മാസം കഴിഞ്ഞിട്ട് പിന്നെയും വരും. സിറ്റി പോലീസ് കമ്മീഷണർ എന്താണ് പ്രധാനപ്പെട്ട എന്തെങ്കിലും ഇൻഫർമേഷൻസ് അങ്ങോട്ട് പാസ് ചെയ്യാൻ പറ്റുമോ? എന്തെങ്കിലും വിവരങ്ങൾ? ഇല്ല, ഇത് തന്നെ പറഞ്ഞത്. അല്ലാതെ കാരണം നമുക്ക് അറിഞ്ഞൂടല്ലോ. അരുൺകുമാർ, ഈ തൊട്ടടുത്ത് ഈ കുട്ടിയും ഇവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം ഈ 4 വർഷമായി ഇവർക്കൊക്കെ അറിയാം. ഈ പ്രദേശവാസികൾക്ക് ഏറ്റവും അടുത്തായി അറിയുന്ന ചേട്ടനാണ്.